അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഹസ്തിനപുരിയിൽ പോയി എല്ലാ സംശയങ്ങളും തീർക്കുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും, ഇത്രയൊക്കെ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങളുടെ നല്ല മനസ്സ്, ദുര്യോധന്റെ പാപം ചെയ്യാനുള്ള പ്രവണത, ഇതിൽ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ കൗരവർക്ക് അവർ ചെയ്ത ദുഷ്പ്രവൃത്തികളെ എല്ലാം ഓർമ്മിപ്പിക്കും. ആരും അങ്ങേ പാപിയെന്ന് വിളിക്കത്തില്ല. കാരണം എന്താ, ഇത്രയൊക്കെ ആയിട്ടും അങ്ങ് ശാന്തിക്ക് വേണ്ടി ശ്രമിക്കുകയല്ലേ. ഈ ലോകം എന്നും കൗരവരെയും ധൃതരാഷ്ട്രയും തന്നെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഹിതം ഒരിക്കലും തടസ്സപ്പെടാത്ത രീതിയിൽ, അങ്ങയുടെ നന്മയ്ക്ക് ഒരു വിഘ്നം വരാത്ത രീതിയിൽ ഞാൻ ശാന്തി പ്രസ്താവന അവിടെ വയ്ക്കും. അവർ പറയുന്ന മറുപടിയും കേട്ട് അവരുടെ ഉദ്ദേശവും മനസ്സിലാക്കി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഭഗവാൻ പിന്നെ ആ സഭയിലിരിക്കുന്ന എല്ലാവരെയും നോക്കി. എല്ലാവരും ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഭഗവാൻ വീണ്ടും യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, യുദ്ധം എന്തായാലും നടന്നേ പറ്റൂ. ദുര്യോധൻ ഒരിക്കലും ഈ രാജ്യത്തിന്റെ ഒരു അംശം പോലും അങ്ങേക്ക് തരത്തില്ല. അതുകൊണ്ട് പാപത്താൽ മരിച്ചവരെ അങ്ങ് എന്തായാലും കൊല്ലേണ്ടി വരും. ഞാൻ അതിനുവേണ്ടി അങ്ങേ സഹായിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഭഗവാൻ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ലല്ലോ, അല്ലേ? യുധിഷ്ഠിരൻ ഭഗവാൻ പറഞ്ഞത് സ്വീകരിച്ചു. ഭഗവാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് യുധിഷ്ഠിരൻ അറിയാൻ. അതുകൊണ്ട് ഭഗവാൻ യുദ്ധം വേണം എന്ന് പറഞ്ഞാൽ അത് വേണം തന്നെ. അതെന്തായാലും തടയാൻ നമുക്ക് കഴിയില്ല. അത് കുരു വംശത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള ഉയർന്ന മുതിർന്ന വ്യക്തികളെ വരെ കൊല്ലേണ്ടി വരുമെങ്കിലും അതെന്തായാലും ചെയ്തേ പറ്റൂ.